അപ്പൊ ഈ കുറെ അടുത്ത കാലങ്ങളായിട്ട് ഇന്ത്യൻ സിനിമ അല്ലെങ്കിൽ ലോക സിനിമയിൽ സംഭവിക്കുന്ന അക്രമങ്ങൾ പണ്ട് മുതലേ ഉണ്ട്. തമിഴ് ഇന്ത്യ നമ്മൾ കുറെ കരുതിലേക്ക് നമ്മൾ ഇംഗ്ലീഷ് സിനിമ കാണുമ്പോൾ അതിനകത്ത് ഇതിനേക്കാൾ ഭീകരമായ അവസ്ഥയായിരിക്കും. മലയാളത്തിലും ഹിന്ദിയിലും ഇന്ത്യയിലേക്ക് അത് വന്നു തുടങ്ങിയിട്ട് വളരെ കുറച്ചു കാലമായിരുന്നു. നമ്മുടെ പഴയ മലയാള സിനിമകളിലൊന്നും വലിയ വയലൻസ് കാണാൻ കഴിയും. പക്ഷെ ഇപ്പോ പുതിയ തലമുറ വയലൻസ്, ഫൈറ്റ് അതൊക്കെ ഇഷ്ടപ്പെടുമ്പോൾ ഇപ്പൊ നമ്മൾ പണ്ടൊക്കെ ചെറുപ്പം നിഞ്ച പടങ്ങൾ കാണാൻ, ഫൈറ്റ് കാണാൻ തോന്നുന്നില്ല. ഇപ്പൊ ഇത്തരം സാധനങ്ങൾ ഇഷ്ടപ്പെടുന്ന തലമുറ നമുക്കുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ അത്തരം സിനിമകൾ ഉണ്ടാക്കുന്നതും ആൾക്കാരിലേക്ക് എത്തിക്കുന്നതും അത് വിജയിക്കുന്നത്. അപ്പൊ നേരത്തെ നമ്മൾ ആ പടങ്ങൾ കാണുന്നത് കൊണ്ടാണ് ഈ മൊത്തം വയലൻസ് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് നമുക്ക് വിലയിരുത്താൻ പറ്റുന്നില്ല. അങ്ങനെയാണെങ്കിൽ ഒരുപാട് നല്ല സിനിമകൾ നന്മയുള്ള പടങ്ങൾ ഇറങ്ങുന്നത് അത് കണ്ട ആൾക്കാർ നല്ല ആവശ്യം. അപ്പൊ ഇതൊക്കെ ആൾക്കാർ സ്വാധീനിക്കുന്ന ഒരു പരിധി വരെ സ്വാധീനിക്കാം. അത്ര ബലക്ഷയമുള്ള മനസ്സുള്ള ആൾക്കാരെ സ്വാധീനിക്കാം. അതൊരു പൊതുസമൂഹത്തില് അത് മെജോറിറ്റി ആൾക്കാർ സ്വാധീനിക്കുന്നു എന്നത് ശരിക്കും തെറ്റാണ്. അത് നമ്മള് അത് സിനിമാ മാധ്യമത്തെ അടച്ചു പറയാൻ തുല്യാവും. ഇങ്ങനെയല്ല, നല്ല സിനിമകൾ ഇറങ്ങുന്നത് നല്ല രീതിയിലുള്ള ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് ആൾക്കാർക്ക് അവരുടെ ചിന്തയും ആസ്വാദനവും ഉയർത്തുന്ന തരത്തിലുള്ള പടം കാണുന്നു. പക്ഷെ ചില ഒറ്റപ്പെട്ട സംഭവം നടക്കുമ്പോൾ അത് മാത്രം സിനിമ കണ്ടില്ലാവുന്നു എന്ന് ശരിയാണ്.